അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനേയിയുടെ ഇന്ത്യയിലെ പ്രതിനിധി ഡോക്ടർ അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി. തൻ്റെ രാജ്യത്തിനെതിരായ പരാമർശങ്ങൾ പുതിയതല്ലെന്നും ഞങ്ങൾ എന്തിനും എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. തന്നെ വധിച്ചാൽ ഇറാനെ തുടച്ചു നീക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്കെതിരെ ആക്രമണം നടത്തിയാൽ ആ കൈ ഞങ്ങൾ വെട്ടുക മാത്രമല്ല, അവരുടെ രാജ്യത്തിന് തീയിടുകയും ചെയ്യുമെന്ന് ഇറാൻ സായുധ സേനാ വക്താവ് ജനറൽ അബോൾ ഫസൽ ഷെക്കോർച്ചി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഭീഷണി ഉണ്ടായത്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഹറാം ആണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അബ്ദുൾ മജീദ് പറയുന്നു. വൈദ്യ ചികിത്സ, ഊർജ്ജ ഉൽപ്പാദനം, മാനുഷിക ആവശ്യങ്ങൾ എന്നിവയ്ക്കായി മാത്രമാണ് ഇറാൻ ആണവോർജ്ജം ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് പല രാജ്യങ്ങളും ആണവശേഷി കൈവരിച്ചിട്ടും ഇറാന് നേരെ മാത്രം ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തുന്നത് ഒരു ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സമാധാനവും സുരക്ഷയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ് യുദ്ധം. എല്ലാ രാജ്യങ്ങളെയും ഈ പ്രശ്നം ബാധിക്കും. എന്നാൽ എല്ലാം ശാന്തമാകുമെന്നും സമാധാനവും സുരക്ഷയും ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും അബ്ദുൾ മജീദ് പറഞ്ഞു. ഇറാനിലെ അധികാരികൾ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ച് ആശയവിനിമയം തടസ്സപ്പെടുത്തിയെന്നും ഇറാനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് അതൊരു തടസ്സമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെന്നാണ് അബ്ദുൾ മജീദ് പറയുന്നത്. ഇറാന് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ഇറാന്റെ സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 250-ലധികം ചാനലുകൾ ഇറാൻ എന്ന രാജ്യത്തിനെതിരെ പ്രചാരണം നടത്തുന്നുണ്ട്. ഇത് ഇറാനിയൻ യുവാക്കളെ സ്വാധീനിക്കാനും അവരെ സർക്കാരിനെതിരെ തിരിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഇറാനിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ഇന്നലെ ഒരു പ്രത്യേക സമ്മേളനവും നടത്തിയിരുന്നു. ഇപ്പോൾ ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസിൽ അമേരിക്കയുടെ ടാങ്കർ വിമാനങ്ങളുടെ ഒരു വൻ നിര തന്നെയുണ്ട്. ഇറാന്റെ ഉള്ളിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കണമെങ്കിൽ ഇന്ധനം നിറയ്ക്കുന്ന ഇത്തരം വലിയ വിമാനങ്ങൾ ആവശ്യമാണ്. അൽ ഉദൈദിൽ ഈ ടാങ്കർ വിമാനങ്ങൾ വൻതോതിൽ അണിനിരക്കുമ്പോൾ സൂചനകൾ വളരെ വ്യക്തമാണ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വലിയ ദൂരത്തേക്കുള്ള ലക്ഷ്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നു എന്നാണ് അതിൻ്റെ സൂചന. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്ര വലിയൊരു സന്നാഹം സജീവമായി ഉണ്ടാകുമ്പോൾ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ രഹസ്യമായി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിന് കാരണമായേക്കാം എന്ന ബോധ്യം ഇറാനും അമേരിക്കയ്ക്കും ഒരേപോലെയുണ്ട്. അമേരിക്ക ലോകത്തിനു മുന്നിൽ ആയുധബലം പ്രദർശിപ്പിക്കുമ്പോൾ ഇറാൻ നിശബ്ദത പാലിക്കുകയാണ്. എന്തായാലും ഇറാൻ പാതി വഴിയിൽ പിന്മാറുന്നവരല്ല എന്ന് തിരിച്ചറിയണം. ഒരു യുദ്ധം വരുമ്പോൾ ഇറാൻ ഒരുക്കുന്ന പ്രതിരോധം അമേരിക്കയെ മാത്രമല്ല, ലോകത്തെ തന്നെ ഞെട്ടിക്കും എന്നാണ് ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ പറയുന്നത്. ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളും വരാനിരിക്കുന്ന ആ യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് കഴിയുന്നത്.